കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവേശ്വര, ദേവി, മൂകാംബികെ കാക്കണേ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത് 5ാമത്തെ പ്രാവശ്യമാണ് എന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നത്. പ്രസവം സിസേറിയനായിരുന്നാലും വിരോധമില്ല, ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണം. കഴിഞ്ഞ 4 പ്രാവശ്യവും നീ എനിക്ക് പെൺകുഞ്ഞുങ്ങളെയാ തന്നത്. ഇതെങ്കിലും ആണായില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. നഷ്ടപ്പെടുന്നത് 50 ലക്ഷം ഒരു കാറുവ. അതുകൊണ്ട് ഇതാണായേ പറ്റൂ. ഇതൊരു അപ്പീലല്ല, ദയാഹർജിയാണ് ഭഗവാനെ. ഈ തേങ്ങ ഉടയുന്ന കഷണങ്ങൾ ഒറ്റ സംഖ്യയാണെങ്കിൽ കുട്ടി ആണ്, ഇരട്ട സംഖ്യയാണെങ്കിൽ പെണ്ണ്. ആക്രമണങ്ങളെ അവിടെ എണ്ണി നോക്കിട്ട് എടുക്കാൻ. എടാ, ചിരട്ട കഷ്ണങ്ങൾ ഇട്ടിട്ട് പോടാ, ഒന്ന് എണ്ണി നോക്കട്ടെ. അയ്യോ, അയ്യടാ, ചക്കിലിട്ട് ആട്ടുന്ന പോലെ ചവയ്ക്കുന്ന കണ്ടില്ലേ? തുപ്പിക്കളടാ. ഇനി റിസൾട്ട് ആശുപത്രി ചെന്നിട്ട് അറിയാം. സിസ്റ്റർ, സിസ്റ്റർ, കൗസല്യ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയല്ലോ. എന്റെ അമ്മ വന്നിരുന്നോ? നിങ്ങളുടെ അമ്മ ഞാൻ എങ്ങനെ അറിയാനാ? അറിയത്തില്ലെന്നോ? കുന്നത്ത് ബംഗ്ലാവിലെ മാളവി അറിയാത്ത നീയൊക്കെ നഴ്സാണോ? അല്ല പിന്നെ. ഇനി അമ്മ വന്നിട്ട് ആരെയും കാണാത്തോണ്ട് പുറത്തെങ്ങാനും കാത്തിരിപ്പുണ്ടാവോ? എന്റെ ഭഗവാനെ, എനിക്കെല്ലാം കുഴഞ്ഞു. അമ്മേ, അമ്മ വന്നാട്ടെ. അച്ഛൻ വരുന്നില്ലേ? വന്നമ്മേ. കൗസല്യെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവളോട് പറഞ്ഞു നമ്മുടെ ആൺകുഞ്ഞിനെ കാണാൻ അമ്മ ഇപ്പൊ ഓടിയെത്തുമെന്ന്. കൗസല്യ പ്രസവിച്ചോ? പ്രസവിച്ചില്ല. പിന്നെ നീ ആൺകുഞ്ഞാന്ന് പറഞ്ഞത്? ആൺകുഞ്ഞായിരിക്കും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 4 പ്രാവശ്യവും നീ പറഞ്ഞത്? ഇതങ്ങനല്ല, ഇതാണാ. എടാ, ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചിട്ട് കാര്യമില്ല, അതുപോലെ ജീവിക്കണം. ദേ, നിന്റെ അമ്മ ജനിച്ചപ്പോ എല്ലാരും പറഞ്ഞത് പെണ്ണാണെന്നാ. അല്ല, അച്ഛൻ ജനിച്ചപ്പോ എല്ലാവരും ആണാണെന്നും പറഞ്ഞില്ലേ? അമ്മ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. എടാ, ഈ കാലൊടിഞ്ഞവരെ ഇരുത്തുന്ന വണ്ടിയിലാണോ അമ്മ ഇരുത്തുന്നത്? അമ്മ ഇരിക്കൂ. ആരാ ഉണ്ണിത്താൻ? ഞാനാ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു. അയ്യോ, എന്റെ ഭാര്യ ദേ ഇരിക്കുന്നു. ശ്രീധരൻ ഉണ്ണിത്താൻ ആരാ? ഞാനാ. കൗസല്യ പ്രസവിച്ചോ? ഉവ്വ്. ആൺകുട്ടിയല്ലേ? അല്ല, പെൺകുട്ടിയാ. അമ്മ പോകരുത്, ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം. ഡോക്ടർ, എന്റെ കുട്ടി പെണ്ണല്ല, ആണാ? ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഒരു പ്രാവശ്യം നോക്കിയാ മതി. എന്താടാ? പെണ്ണാ. എന്താ അമ്മേ? നീ എന്താ ഇന്ന് റേഷൻ കട തുറക്കുന്നില്ലേ? അയ്യോ, അത്രയും സമയമായോ? ഞാൻ ഉടനെ പോവാ. നിക്കടാ, നീ നിന്റെ ഭാര്യ വീട്ടിൽ പോകാറുണ്ടോ? അയ്യേ, അമ്മ എന്താ ഈ പറയണത്? ഞാൻ അവളുടെ വീട്ടിൽ കാലെടുത്ത് കുത്തുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവള് പ്രസവിച്ചതാണെങ്കിൽ 2ഉം പെണ്ണ്. അതും പോരാഞ്ഞ് അമ്മയെ ധിക്കരിച്ച് അവൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി അമ്മയുടെ അനുവാദമില്ലാതെ അമ്മയുടെ പൊന്നുമോൻ ദിനേശ് ഉണ്ണിത്തൻ അവളുടെ മുഖത്ത് നോക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾ ഇവിടുന്ന് പോയിട്ടിപ്പോ 6 മാസം കഴിഞ്ഞില്ലേ? അതെ. അവളിപ്പോ 3 മാസം ഗർഭിണിയാ. ഇത് നിന്റെ ഭാര്യ നിനക്കയച്ച കത്താ. നീ എഴുതിയ കത്തിന്റെ മറുപടി ഇതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ കത്തയച്ചു എന്നുള്ളത് നേരെ. അപ്പൊ കത്തയച്ചിട്ടുണ്ട്, അവിടെ പോയിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ പിന്നെ അത് പോസ്റ്റൽ ഗർഭമായിരിക്കൂടാ. അച്ഛാ, ശവത്തിൽ കുത്താതെ. നീ അവിടെ പോയി എന്നുള്ളത് നേരാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. പോയി അവിടെ കൂടെ ജീവിച്ചോ. അതല്ല, നീ അവിടെ പോയിട്ടില്ലെങ്കിൽ കുടുംബത്തിന് മാനക്കേട് വരുന്നതിന് മുമ്പ് അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. അമ്മേ, അച്ഛാ, അയ്യോ.
കാത്തിരിക്കണം പോലെ. എന്താടാ നിർത്തിക്കളഞ്ഞത്? പാടാ, മാറിക്ക്. ഇത് പാടി പാടി ഈ കുടുംബം മുഴുവനും പെൺകുട്ടികളെ കിട്ടിയപ്പോ നിനക്ക് സമാധാനായില്ലേ? അമ്മയും വന്നേ. എന്താടാ എന്താ അമ്മ ഇത്? റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്. ഈ മുടിഞ്ഞ പാട്ട് ഇവിടെ പാടരുതെന്ന് നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ശരി, ഇനി പാടുന്നില്ല പോരെ? നാളെ നിനക്ക് കുന്നംകുളത്തല്ലേ പ്രോഗ്രാം? അതെ. നാളെ ഇത്തിരി നേരത്തെ പൊയ്ക്കോ. അവിടെ ഒരു വീട്ടിൽ കയറണം. ഏത് വീട്ടില്? അതൊക്കെ നിന്റെ അച്ഛൻ പറയും. ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കുക? ഓ, ഞാനിവിടെ ഉണ്ട്. ദേ, ഇവനോട് എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞാട്ടെ. ആ, എന്താ അച്ഛ കാര്യം? ദേ, ഇതാണ് വിലാസം. ഇവിടെ പോണമെന്നാ അമ്മ പറഞ്ഞത്. ദേ, ഇതാണ് പെണ്ണ്. ഓ, കല്യാണക്കാരിയാണല്ലേ? ആ ഫോട്ടോ തന്നെ. ഞാനൊക്കെ ഇവിടെ ഇത്തിരി സമാധാനമായിട്ട് കഴിയുന്ന അച്ഛനൊന്നും സഹിക്കുന്നില്ല അല്ലേ? നീ എന്തിനാ കിടന്ന് ചാടുന്നത്? നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, പൊട്ടാസ സൈനൈഡ് കഴിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിലും ഭേദം അതാ. ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നിട്ട് അവള് പ്രസവിക്കുന്നത് അങ്ങനെ പെണ്ണായ അമ്മ അവളെ വറചട്ടിയിലിട്ട് വറക്കും. ഒരു പെണ്ണിന്റെ കണ്ണീര് കൂടി ഈ വീട്ടിൽ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. എടാ, ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്. ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയായാലൊന്ന് ഭയന്ന് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിലും ഉണ്ടടാ പരിഹാരം. എന്ത് പരിഹാരം? ഒരു ആൺകുട്ടിയുള്ള പെണ്ണിനെ കെട്ടിയാ മതി. ഒന്ന് പെറ്റതായാലും സാരമില്ലടാ, സമാധാനമായിട്ട് കഴിയാലോ. കല്യാണ സ്ഥലത്താണ് ഒട്ടകത്തെ കെട്ടിക്കൊള്ളാൻ പാടുന്നത്. എന്താ കൊച്ചേട്ടാ ഇത്? മിണ്ടായിരുന്നേ. നല്ല മലയാളം പാട്ട് പാടിക്കൂടാ എനിക്ക് സ്വരക. അമ്മാവ, മലയാളം അറിയാൻ പാടില്ലേ പറയാ. അമ്മാവ, പാടാൻ അറിയാൻ ഇവിടെയുണ്ട്. എങ്കിലും കൊണ്ടുപോര്. ദേ ഇവിടെ കയറ്റി നിർത്തി പാടിച്ചോ. നീ എന്താ വെല്ലുവിളിക്കുക? ആ അതെ, അത്രയും വലിയ പാട്ടുകാരൻ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ. എവിടെ അവളെ ഇങ്ങോട്ട് വിളിക്ക. അമ്പിയെ മോളെ, അമ്പികെ ഇങ്ങോട്ട് വാ മോളെ. എന്താ ഇത്? മിണ്ടായിരി. അമ്മേ, മോളെ മോളെ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോണത്? പാടി നല്ല ഒന്നാം തരം പാട്ട് പാടി കേൾപ്പിക്കടി ഈ ചുംബനെ. പറഞ്ഞിട്ടോ? ഏതാ? അവൾക്ക് ഈ ജന്മത്ത് പാടാൻ പറ്റാത്തത്ര ഹൈ പിച്ചില്. എങ്കിൽ നമ്മുടെ മാസ്റ്റർ പീസ് ആയാലോ? അത് മതി, ശ്രുതി അല്പം കയറ്റിട്ടോ. ശരി.